കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ദൈവസ്നേഹത്തോടെ ചേർന്ന് പാടാം. പരമെങ്കും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മിശിഹ. പരിശുദ്ധൻ മഹോന്നത ദൈവം, പരമെങ്കും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മിശിഹ. പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാവായ എബ്രാഹാം, പിതാവായ യാക്കോബ് ഒരിക്കൽ തകർന്നു പോയപ്പോൾ, തൻ്റെ എളി ഒടിഞ്ഞപ്പോൾ
അപ്പായെ കെട്ടിപ്പിടിച്ചോട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അപ്പാ ഞാൻ അറിയാൻ പാടില്ലാതെയാണ് ഈ രാത്രി മുഴുവനും ബൾബൾപ്പെടുത്തി നടത്തിയത്. ഇപ്പോഴെനിക്ക് മനസ്സിലായി, എനിക്കൊന്നേ പറയാനുള്ളൂ, എന്നെ അനുഗ്രഹിക്കാതെ നിന്നെ ഞാൻ വിടത്തില്ല. അവസാനത്തെ കുഞ്ഞിനെ വരെ അനുഗ്രഹിച്ചതിന് ശേഷമാണ് വാഗ്ദാന പേടകം രൂപമേക്കേറ്റ് സ്വർഗത്തിലെ സംപൂജ്യമായ സ്ഥാനത്ത് വിരാജിക്കുന്നത്. ഇത് ബൈബിൾ ചെയ്യുക ടുണ്ണി ചെയ്തതാണ്. വെച്ചാൽ നമുക്ക് ബൈബിൾ പറയാതെ പറയുന്ന വാക്കെന്താണ്? കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീക്കി ഇനി മരണമില്ലെന്ന്. അത് പറയണ വാക്കിൽ ആരംഭിക്കണ എവിടെയാണ്? അവസാനത്തെ കുഞ്ഞ് കടന്നു പോകുന്നവരെ വാഗ്ദാന പേടകവും പുരോഹിതന്മാരും ജോർദാനിൽ നിന്ന്, ജോർദാൻ കണ്ണീരിൻ്റെ ഒരു നദിയാണ്. ഈ കണ്ണുനീര്, എൻ്റെ ദൈവപൈതലേ, നിനക്ക് കണ്ണീരുണ്ടെങ്കിൽ നിന്റെ മുമ്പിലും പിമ്പിലും കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ, സ്നേഹം ഓർക്കുന്നെല്ലാരും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ, സ്നേഹം ഓർക്കുന്നെല്ലാരും. ആത്മാവിൻ അലറിയിൽ അവതാരമാകും നവകിന്നരം തൂക്കി ഞങ്ങൾ പാടും. ലോകമാകും ബാബിലോണിൽ നീരിൻ പുഴയോരം കണ്ണിൽ സ്തുതി പാടും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ, സ്നേഹം ഓർക്കുന്നെല്ലാരും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയനേ, സ്നേഹം ഓർക്കുന്നെല്ലാരും. നമ്മുടെ സാധാരണ പ്രാർത്ഥനയും ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഉടമ്പടി ബേസ് ചെയ്തിരിക്കുന്ന വാഗ്ദാന പേടകത്തെയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും സംവിധാനവുമാണ് വാഗ്ദാന പേടകവും. അതിൻ്റെ ലക്ഷ്യമെന്ന് പറയണത് ഏത് ജാതിയായാലും ഏത് മതമായാലും അവസാനത്തെ കുഞ്ഞ് രക്ഷപ്പെടുന്നവരെ നിൻ്റെ പിറകിലെ സാന്നിധ്യമായി. അത് ദൈവത്തെ ആരെല്ലാം സത്യസന്ധമായി അനുഭവിച്ചിട്ടുണ്ടോ അവിടെ അനുഭവമാണത്. എന്താണ്? അവസാനത്തെ നമ്മുടെ പിന്നിൽ നമുക്ക് ആശ്രയമില്ലാത്ത സ്ഥലമാണ്, അവലംബമില്ലാത്ത സ്ഥലമാണ്, നമുക്ക് പിന്തുണയില്ലാത്ത സ്ഥലമാണ്. നമ്മുടെ പിന്നെങ്കിൽ അവിടെ നിനക്ക് വേണ്ടി സന്ധിക്കാൻ നിൽക്കണം നിൻ്റെ ദൈവമാണ്. അപ്പോൾ നിൻ്റെ കണ്ണുനീര് തുടച്ച് മാറ്റുന്നത് വരെ നിൻ്റെ മുൻപിലും പിന്നിലും നിന്നുകൊണ്ട് വിടാതെ നിന്നെ കാക്കുന്ന ചൈതന്യമാണ് ഉടമ്പടിയുടെ ചൈതന്യം. അതുകൊണ്ടാണ് നീ അതിനോട് വിശ്വസ്തത കാണിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും നമ്മൾക്കറിയാം ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാവരുടെയും അനുഭവം പിമ്പിലുള്ള സാന്നിധ്യമാണെങ്കിൽ നമുക്ക് സാന്നിധ്യത്തിന് സപ്പോർട്ടും പിന്തുണയും സംരക്ഷണവും ഇല്ലാത്ത ഇടങ്ങളിൽ കൂടി മനുഷ്യന്മാർക്ക് നമ്മളെ സഹായിക്കാം. പക്ഷേ ദൈവത്തിന് നമുക്ക് സപ്പോർട്ടും സന്ധിപ്പും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മളെ സഹായിക്കാൻ നമ്മുടെ ദൈവമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ദാവീദ് പറയണത് എന്താണ്? ജീവിതകാലം മുഴുവൻ നോക്കിയേ, ഏതെങ്കിലും ഒരു ഒക്കേഷനിലല്ല, നിനക്ക് കണ്ണീരുണ്ടായി, നീ ദൈവത്തെ ഇട്ടച്ചും പോകും. കുറച്ച് നിന്റെ കണ്ണീര് തീരുമ്പോൾ, നിൻ്റെ ജോലി കിട്ടിക്കഴിയുമ്പോൾ നീ ദൈവത്തെ ഇട്ടച്ചും പോകും. ചില പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഇങ്ങോട്ടൊന്നും വരാറില്ലായിരുന്നു, ആദ്യം ഒരു പ്രയാസമുണ്ട കാലത്ത് വന്നതാണ്, ഉടമ്പടി എടുത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞു, പിന്നെ ഇങ്ങോട്ടൊന്നും വരാറില്ലായിരുന്നു, പിന്നെ ഉടമ്പടി ജീവിതം അവർക്കില്ല. നിങ്ങൾക്ക് ഉടമ്പടി കാലത്ത് നിൻ്റെ സാക്ഷ്യം പറഞ്ഞാൽ പിന്നെ ഉടമ്പടി ജീവിതം ഉണ്ടാകത്തില്ലെന്ന് ദൈവത്തിനറിയാം. അതാണ് ഇവിടുത്തെ പ്രശ്നം മുഴുവനും. എൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ കാര്യം കാണുന്നൊരു കാലഘട്ടത്തിൽ മാത്രമാണ് ദൈവത്തോട് നിനക്ക് ബന്ധമെന്നുള്ളതും ദൈവത്തിനറിയാം. ദൈവത്തിൻ്റെ ഈ ധാരണ നീ തിരുത്തേണ്ടി വരും. കാര്യം ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ ഒക്കേഷനല്ല. ഒരു ജോലി ഇല്ലാത്ത കാലത്ത് ജോലിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു, രോഗമുള്ള കാലത്ത് രോഗം മാറുവോളം ഒരു സംവിധാനം ഉണ്ടാക്കി. ഒരു ഇൻറ്റേറിയം അറേഞ്ച്മെൻ്റ് അല്ല ദൈവത്തിന് നിങ്ങളുമായിട്ടുള്ള റിലേഷൻസ്. അതുകൊണ്ടാണ് ദാവീദ് പറയണത് ജീവിതകാലം മുഴുവൻ പറഞ്ഞേ, ജീവിതകാലം മുഴുവൻ നന്മയും കാരുണ്യവും 21:6 സങ്കീർത്തനം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനം 6-ാം തിരുവചനം. അവിടുത്തെ നന്മയും കരുണയും എന്ന് പറഞ്ഞേ, അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. പ്രൈസ് ദി ലോർഡ്. അതായത് കർത്താവിൻ്റെ ഇടയനാണെന്ന് പറയുമ്പോഴേ അതിന് തുടക്കത്തിൽ എന്താ പറയണത്? കർത്താവിൻ്റെ ഇടയനാണെങ്കിൽ അതല്ല പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് തിരുത്തണുണ്ട്. കർത്താവിൻ്റെ ഇടയനാണെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടത്തും. അല്ലേ? ഡഗ്ദബറക്കോട് 11:10 സങ്കീർത്തനം അല്ല യോഹന്നാന്റെ സുവിശേഷം 10 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന. 10:4 യോഹന്നാൻ. തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം അവിടെ ഉടമ്പടിയുടെ ഒരു ചൈതന്യം എന്ന് പറയണത് മുമ്പിലും പുറകിലും എല്ലാ സ്ഥലങ്ങളും നമ്മൾ സന്ധിക്കണം ദൈവം. എന്താണ് ഉടമ്പടി എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ബാക്കിലൂടെ വരുന്ന രണ്ട് കക്ഷികളുണ്ട്. എന്താണ്? ഇപ്പം ഇടയൻ, കർത്താവിൻ്റെ ഇടയനാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കാൻ കർത്താവുണ്ട്. പിന്നെ എന്താണ്? പിന്നെ പിന്നിൽ നിൽക്കുന്ന ആരാണ്? ജീവിതകാലം മുഴുവൻ നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ആരാണ്? നന്മയും കാരുണ്യവും. നന്മ മീൻസ് ബ്ലെസ്സിങ്സാണ്, ഫിസിക്കൽ ഫേവേഴ്സ്. നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, വഴി, വെളിച്ചം, നിങ്ങളുടെ PR, പ്രൊമോഷൻ, എല്ലാ സാധനവും. അതാണ് ജീവിതകാലം മുഴുവൻ നന്മയും. പിന്നെ എന്താണുള്ളത്? കാരുണ്യം. ദാറ്റ് ഈസ് കാരുണ്യം മീൻസ് നോട്ട് ബൈ മെറിറ്റ് വർക്ക് ചെയ്യണതാണ്. കൃപ. ഇപ്പം ഐസയ, അതായത് Ephesians 2:8 എന്താ പറയണത്? Ephesians 2:8 എന്താണ്? വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ രക്ഷയായിട്ട്, അപ്പം അവിടുത്തെ കരുണയെന്ന് വെച്ചാൽ കൃപ തന്നെയാണ് കരുണ. അപ്പം നമ്മുടെ പിന്നിൽ വരണ എന്താണ്? ഒന്ന് ഫിസിക്കൽ ഫേവേഴ്സ് ആയിട്ടുള്ള അനുഗ്രഹങ്ങൾ. പിന്നെ എന്താ പറയണത്? നമ്മുടെ യോഗ്യതയ്ക്ക് പറ്റാത്ത കാര്യം, നോട്ട് ബൈ മെറിറ്റാണ് കരുണ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് റൈറ്റ് ഇല്ല, അതിന് നമുക്ക് യോഗ്യതയില്ല. നമുക്കൊരു വിഷയം ഉണ്ടാകണത് എന്തുകൊണ്ടാണ്? നമുക്കതിന് യോഗ്യതയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ യോഗ്യതയില്ലാത്തത് എങ്ങനെ കർത്താവ് അഡ്രസ്സ് ചെയ്യണത്? കൃപ കൊണ്ടാണ് അഡ്രസ്സ് ചെയ്യണത്, പവർ ഓഫ് ഗോഡ് കൊണ്ടാണ്. അപ്പോൾ ഈ ഇടയനാണെന്ന് പറയുമ്പോൾ പിന്നിൽ നിന്ന് വരണത് ഒരേ സമയം തന്നെ കൃപയും അനുഗ്രഹവുമാണ്. ദൈവത്തിൽ നമുക്ക് ലഭിക്കണത് എന്തൊക്കെയാണ്? ദൈവത്തിൽ നമുക്ക് ലഭിക്കണത് എന്തൊക്കെയാണ്? കൃപയും. ദാറ്റ് ഇസ് പവർ ഓഫ് ഗോഡ്. അത് നിത്യത വരെ പോണതാണ്. ഈ അനുഗ്രഹങ്ങളെല്ലാം സിമിത്തേരി വരെ ഉണ്ടാകത്തുള്ളല്ലോ. നമ്മൾ എന്ത് പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞാലും എന്ത് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാലും സിമിത്തേരി കൊണ്ട് സംഭവം തരും. ആ ബ്ലെസ്സിങ്സിൻ്റെ ഒരു കുഴപ്പം ഇത് അപ് ടു ദി സിമിറ്ററി വരെ ഉള്ളൂ. നിത്യത വരെ വരണത് കരുണയാണ്. അപ്പോൾ നിൻ്റെ ജീവിതകാലം മുഴുവൻ നീ ഫുൾ ടൈം നീ ഈ വയറ്റിപ്പഴപ്പം മാത്രം ഇരുന്ന സിമിത്തേരി വരെയൊക്കെ ഉള്ള പരിപാടിയേ ഉള്ളൂ. അപ്പോൾ കർത്താവ് പറയും അവൾക്ക് ആലപ്പുഴ വരെ പോയാൽ മതി, അമേരിക്ക പോകേണ്ട കാര്യമില്ലെന്ന് പറയും. അപ്പം പിന്നെ നിങ്ങൾ അങ്ങനെ കർത്താവ് പരിഗണിച്ചാൽ മതി. യാത്രക്കാരിയെ എങ്ങനെ പരിഗണിക്കണമെന്ന് ദൈവത്തിന് അറിയണത്. അവർ ഊന്നൽ കൊടുക്കുന്നത് കൃപയ്ക്കാണോ അനുഗ്രഹത്തിനാണോ എന്ന അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ കൃപയിലേക്ക് നമ്മുടെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്ത സംഗതി എളുപ്പമാകും. കാര്യം ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് നമുക്ക് കൃപയുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനാണ്. കൃപയുണ്ടാകാൻ മാത്രമല്ല, അത് ബേസിക് ഗ്രേസാണ്. സമർത്ഥമായി ഉണ്ടാകണമെങ്കിൽ ഗ്രേസ്, അപ്പോഴും ഗ്രേസ് ഉണ്ടാകണം. അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപയും. അപ്പോൾ ആ യോഹന്നാൻ 1:16 അതുപോലെ തന്നെ യോഹന്നാൻ 10:10 കൂട്ടി വായിക്കേണ്ടതാണ്. എന്നാൽ അവൻ്റെ നാമത്തിൽ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പം കൃപയുമുണ്ട്, ബേസിക് ഗ്രേസ് ഉണ്ട്, പിന്നെ എന്താണ്? മേൽകൃപയുണ്ട്. ഈ മേൽകൃപയാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. മേൽകൃപ അക്വയർഡ് ഗ്രേസാണ്, ബേസിക് ഫണ്ടമെൻ്റൽ ഗ്രേസ് അല്ല. അത് നമുക്ക് ഉദാശയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്.
ഈ കൂദാശയിലൂടെ ലഭിക്കുന്നത് അതിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അക്വയർഡ് ഗ്രേസ്, ആർജിത കൃപ വേണം. ആർജിത കൃപയാണ് ബൈബിൾ ഉന്നം വെക്കണത്. ആ ആർജിത കൃപയാണ് ബൈബിൾ ഉന്നം വെക്കണതെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് കർത്താവ് പറയണത്, ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും. അപ്പൊ സമൃദ്ധമായ ഒരു കൃപയെക്കുറിച്ച് ഈശോ സ്വപ്നം കാണുന്നുണ്ട്. ഒരു കേവല കൃപയും ഉണ്ട്. ഈ കേവല കൃപയും മീഡിയം കൃപയും സമൃദ്ധമായ കൃപയും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിത്യതയിൽ ഈ ഗ്രഡേഷൻസ് വരുന്നുണ്ട്. ചില പുനരുദ്ധാനം ചെയ്ത ആത്മാക്കൾ, ചിലത് സൂര്യനെ പോലെ ഇരിക്കും, സമൃദ്ധമായ കൃപയാണ്. ചില ചന്ദ്രനെ പോലെ ഇരിക്കും, ചിലത് നക്ഷത്രങ്ങളെ പോലെ ഇരിക്കും. ദ ബെഡ് ഓഫ് ഗോഡ് 15 കൊറിന്ത്യസ് 15:41. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 1 കൊറിന്തോസ് 15:41. 1 കൊരിന്ത്യസ് 15:41. സൂര്യന്റെ തേജസ് ഒന്ന്, പറഞ്ഞേ, സൂര്യന്റെ തേജസ് ഒന്ന്, സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും. അപ്പൊ മരിച്ചവരുടെ പുനരുദ്ധാനം എന്ന് പറയുമ്പോൾ തന്നെ ആത്മാക്കൾക്ക് നേടിയെടുത്തിരിക്കുന്ന കൃപയ്ക്ക് ആനുപാതികമായിട്ട് സൂര്യകൃപയുണ്ട്, ചന്ദ്രകൃപയുണ്ട്. എന്നുവെച്ചാൽ ദൈവത്തെ ആസ്വദിച്ച് ആനന്ദിക്കുന്ന ആനുപാതികം ഗ്രഡേഷനായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എത്ര അധ്വാനിച്ചാലും നമുക്ക് നഷ്ടമില്ല. കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ആണ്ടിലൊരിക്കലും കുമ്പസാരിക്കാൻ വേണ്ടി പറഞ്ഞതിൻ്റെ അനുഭവമാണ് ഇപ്പോൾ ജനത്തിൻ്റെ അനുഭവിക്കുന്ന ആധ്യാത്മിക ദാരിദ്ര്യം. ഉടമ്പടി സമ്മതിക്കത്തില്ലത്. ഉടമ്പടി പേര് നിങ്ങൾ എപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കണം. എന്താ കാരണം വെച്ചാൽ 2 ആഴ്ചയിലൊരിക്കലും നിങ്ങൾ കുമ്പസാരിച്ചിരിക്കണം. എന്തിനാണ് കുമ്പസാരിക്കണേ? പ്രത്യാശ എന്ന പുണ്യവും കൺഫെഷനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ അടുത്ത നടപടി എന്താണ്? പ്രത്യാശ. നമ്മളിൽ ആരാണ് പ്രത്യാശിക്കണത്? നമ്മൾ പ്രത്യാശിക്കുന്നത് എന്തിലാണ്? അവൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശിക്കുകയാണ്. അവൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശിക്കുന്നവർക്ക് എന്താണുള്ളത്? അവർ ഒരുങ്ങിയിരിക്കും. കർത്താവ് 17 പ്രാവശ്യം പറഞ്ഞില്ലേ, ഒരുങ്ങിയിരിക്കുവിൻ, തയ്യാറായിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. 17 പ്രാവശ്യമാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രത്യാശ എന്ന് പറയുമ്പോഴേ നമ്മൾക്കുള്ള പ്രത്യാശയുടെ ഭാഗമായിട്ട്, പ്രത്യാശ എന്ന് പറഞ്ഞിട്ട് ഈ വരാത്ത വണ്ടിയും കാത്തിരിക്കണ പോലെയുള്ള വാട്ടം നോക്കിയിരിക്കട്ടെ ഇപ്പല്ല. വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് പ്രത്യാശ ജീവിക്കണത്. വിശുദ്ധിയും പ്രത്യാശയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾ പ്രത്യാശിക്കണത്? കർത്താവിൻ്റെ വരവ് നിത്യതയാണ് പ്രത്യാശിക്കണത്. അതിന് നമ്മളെന്ത് ചെയ്യണം? നമ്മൾ വിശുദ്ധരായി എൻ്റെ മുമ്പിൽ കവനൻ്റെ ഉടമ്പടി എടുക്കുന്നവരെ നിങ്ങൾ എൻ്റെ മുമ്പിൽ വ്യാപരിക്കണം. പിന്നെ കുറ്റമറ്റവരായിരിക്കണം. കുറ്റമറ്റവരായിരുന്നാൽ മാത്രം പോരാ. അത് കർത്താവിനെ കാണാത്ത, പരിശുദ്ധ അമ്മയെ കാണാത്ത എബ്രാഹത്തിൻ്റെ ഭർത്താവൻ എബ്രാഹത്തിനോട് അങ്ങനെ പറഞ്ഞാലേ ആ വേദപാഠം വിലപ്പോകത്തുള്ളൂ. ഇപ്പോൾ കർത്താവ് നിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തിരിക്കുകയും അവൻ്റെ നാമത്തിൽ കൃപ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഇക്കാലത്ത് വ്യാപരിക്കണമെങ്കിൽ കുറ്റമറ്റവനായിരുന്നാൽ പോരാ, കൃപ നിറഞ്ഞവളായിരിക്കണം. കൃപ നിറഞ്ഞവരായിരിക്കണം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഒരുങ്ങിയിരിക്കുക എന്ന് വെച്ചാൽ ഇക്കാലങ്ങളുടെ അർത്ഥം കൃപ നിറഞ്ഞ് ഇരിക്കുക എന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? പ്രത്യാശ എന്ന് പറഞ്ഞത് കൃപ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ പ്രത്യാശ ഉണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. പഴയ കുറ്റമറ്റവനായിരിക്കുന്നതിൻ്റെ സ്ഥാനത്താണ് ഇന്ന് കൃപ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ആ കൃപയുടെ വസ്ത്രം, കല്യാണ വസ്ത്രം അണിഞ്ഞിട്ടാണ് നമ്മൾ ഹെവൻലി ബാങ്കറ്റിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെയാണ് മണവാളം വരുന്നത്. മണവാളം വരുമ്പോൾ കല്യാണ വസ്ത്രം ഇല്ലാത്തവനെ കണ്ടാൽ ഗെറ്റ് ഔട്ട് എന്ന് പറയും. ഈശോ പറഞ്ഞ വാക്കുകൾ വളരെ സൗമ്യനാണ്, ക്ഷമയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. പക്ഷേ കൃപയില്ലാത്തവരെ കാണുമ്പോൾ ഗെറ്റ് ഔട്ട് എടുക്കണമെന്ന് യാതൊരു ഭംഗിയുമില്ല. മണവാളൻ രാജാവ് ആ ബാങ്കറ്റിലേക്ക് കടന്നു വന്നു. അപ്പോൾ കല്യാണ വസ്ത്രമില്ലാത്ത ഒരാളെ അവിടെ കണ്ടു. സ്നേഹിത, നിൻ്റെ കല്യാണ വസ്ത്രം എന്തേന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു ജപ എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ എന്ത് പറഞ്ഞു? ഗെറ്റ് ഔട്ട്. കോംപ്രമൈസ് ഇല്ല. എന്താ? അവൻ്റെ രക്തത്താൽ വീണ്ടെടുത്തതാണ് കൃപ. ഫിലിപ്പി 3:19. നാശമാണ് അവരുടെ അവസാനം, നാശമാണ് അവരുടെ അവസാനം. ഉദരമാണ് അവരുടെ ദൈവം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു, ലജ്ജാകരമായ കാര്യങ്ങളിൽ അവർ അഭിമാനം കൊള്ളുന്നു. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ശക്തികൾക്കെതിരായി ആത്മീയ ആയുധങ്ങൾ ഉപയോഗിച്ച് വരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ.
ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം അലിവ് തോന്നണേ പാപിയാണു ഞാൻ നാഥാ പാപിയാണു ഞാൻ. സാമൂഹ്യസഭയുടെ സാക്ഷ്യം ഞാൻ തുടങ്ങി വെച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഞാൻ എൻ്റെ മകള് മെഡിക്കൽ കൗൺസിലിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി പോയി. അപ്പോഴനേകം മാതാപിതാക്കന്മാർ 3 മണിക്കൂർ മുഴുവനും മെഡിക്കൽ പരീക്ഷയുടെ പുറത്ത് മുട്ടേ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം ഞാനും അവിടെ എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിച്ചത്. എന്നെപ്പോലെ വേദനിക്കുന്ന അപ്പന്മാരും അമ്മമാരും ഉണ്ട്. അവരുടെ മക്കളെല്ലാം അകത്തിരിപ്പുണ്ട്. അവരെല്ലാവരും നീ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ മകൾ മാത്രം ജയിച്ചാൽ പോരാ, ഈ പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളും ജയിക്കണമെന്ന് പറഞ്ഞു. അതാണ് ഉടമ്പടി മനസ്സെന്ന് പറയണത്. ഉടമ്പടി മനസ്സ് ദൈവതുല്യമായ വ്യക്തികൾ വളരുന്നതിൻ്റെ ലക്ഷണമാണത്. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും ഓർക്കണം. കാര്യം കുരിശിൽ കിടന്നപ്പോൾ കർത്താവ് എല്ലാവരെയും ഓർത്താണ് കിടന്നത്. തന്നെ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചിട്ടാണ് കർത്താവ് ഗെത്സമനിയിൽ നിന്ന് മുട്ടുകൊല്ലിൽ എഴുന്നേറ്റ് വന്നത്. എനിക്കെപ്പോഴും എന്നെ വല്ലാണ്ട് സ്പർശിക്കുന്ന ഗെത്സമനി കർത്താവ് മുട്ടുകുത്തിയ വെയിലിനകത്ത് ഞാൻ ചാടിക്കേറി ആ ഒരു 1 മീറ്റർ സ്ഥലമേ ഉള്ളത്. ആ പാറപ്പുറത്ത് മുട്ടുകുത്തി നിന്നതാണ് ഞാൻ. കാര്യം അത്ര വലുതാണ് ഗെത്സമനി എന്ന് പറയണത്. അവിടെ നിന്ന് ഈശോ പറഞ്ഞാണ്, അപ്പാ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കണം. അപ്പം നമ്മുടെ ഈ കാലത്തെയും കർത്താവ് കയ്യിലെടുത്താണ് അന്ന് അപ്പനോട് സമർപ്പിച്ചത്. എല്ലാം ഈശോയിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മനുഷ്യരെയും ജാതിയും മതവും ഒന്നും നോക്കാതെ വേദനപ്പെടുന്ന, വിഷമിക്കുന്ന, വിങ്ങുന്ന, നിന്നെപ്പോലെ വേദനിക്കുന്ന എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവേ, ഞങ്ങളെ വേദനിക്കുന്ന വിഷയങ്ങള് വേറെ ആരെല്ലാം വേദനിച്ചാലും അവർ ഉടമ്പടി എടുക്കാത്തവരാണെങ്കിൽ പോലും അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജീവിത ദുരിതങ്ങള്, ജീവിത സഹനങ്ങള്, ജീവിത പ്രശ്നങ്ങളില് ആരും സഹായിക്കാനില്ലാതെ, പിന്തുണയില്ലാതെ, കരഞ്ഞു കലങ്ങി കണ്ണുമായി ഉറക്കം വരാതെ കിടക്കുന്ന എല്ലാ മനുഷ്യരെയും ഏറ്റെടുക്കണമേ, കണ്ണുനീരേറ്റെടുക്കണമേ, അവരെ സന്ധിക്കണമേ, അവരെ സന്തോഷിപ്പിക്കണമേ, നിന്നെ അറിയാൻ ഇടയാക്കണമേ. മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. വരേണമേ എന്നെ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ, എന്നെ നിറയണമേ, നാഥാ വരേണമേ, സൗഖ്യം നൽകണമേ. മുട്ടേനിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദത്തിന് സമയമായി. മുട്ടേനിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. മരിയൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങളെല്ലാവരെയും പരിശുദ്ധ ദേവമാതാവിൻ്റെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ ഈ കൃപാസനത്തിൽ നടന്ന പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ ആവേ മരിയ ആവേ ആവേ ആവേ